ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ 2 ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. പല്ലി, പാറ്റ, അതേപോലെ തന്നെ എലി, ഈ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് നവരയില 5-6 ഇട്ട് കൊടുക്കാവേ. ഇപ്പം നവരയിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ, ഭയങ്കര ഒരു മണമാണ് തിളയ്ക്കുമ്പം തന്നെ. ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ ഉള്ളിയുടെ വേസ്റ്റ്, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ട്, ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ് ഇതെല്ലാം കൂടെ വെന്ത് വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി പഴയതൊക്കെ ഉണ്ടെങ്കിൽ, കേടായിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ചതച്ച് ചേർക്കാം. അതേപോലെ സവാളയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനിയൊക്കെ 5-6 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പൊടിച്ച് ചേർക്കാം. അപ്പോൾ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. മുഴുവനത്തെ വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ച് ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് എത്രയാകുമ്പോഴത്തേനും നല്ല അത് തിളച്ച് ഉണ്ടോ, അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു കളർ അതിന് കിട്ടും കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. കാരണം ഈ നവരയിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളിത്തൊലി, അതേപോലെ സവാളത്തൊലി, പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ചതച്ചിടാം. ഇനി നമുക്ക് തിളച്ച് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എക്സ്പയറായ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സൊല്യൂഷൻ, നല്ലൊരു മണമാണ്. കാരണം കിച്ചണിൽ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഫുള്ളാകെ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു മണം പല്ലിക്കും പാറ്റയ്ക്കും ഉറുമ്പിനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു സ്പ്രേ നമ്മളെ മുറ്റത്തൊക്കെ പെരിച്ചാഴിയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് നമുക്ക് പെരിച്ചാഴി ശല്യമൊന്നും കാണത്തില്ല, എലി ശല്യം കാണത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും താണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വേസ്റ്റ്, ഈ വേസ്റ്റ് നമുക്ക് ചെടിയുടെ ചുവട്ടിയിട്ട് കൊടുക്കുക കേട്ടോ, കളയണ്ട. കാരണം നല്ലൊരു വളമാണിത്. തണുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തണുത്തതിന് ശേഷം കുപ്പിക്കകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് പല്ലി വരുന്നിടത്തും പാറ്റ വരുന്നിടത്തും ഉറുമ്പ്, അതേപോലെ ചിലന്തി, എട്ടുകാലി, ഇതൊക്കെ വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ മുറ്റത്ത് ചെടിയുടെ ഇടയ്ക്കൊക്കെ എലി വന്ന് ചെടിയൊക്കെ നശിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടിയിൽ വീണാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലൊന്നുമില്ലല്ലോ, എല്ലാം നല്ല സാധനങ്ങളാണ്. നമുക്ക് മുറ്റത്താണേലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അലർജി ഉള്ളവർക്കാണേലും ഇതെല്ലാം സ്പ്രേ ചെയ്യാം കേട്ടോ. നമുക്ക് പേടിക്കാതെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കിയാൽ നമുക്ക് എവിടെ വേണേലും ധൈര്യമായിട്ട് ഒഴിക്കാം. പുറത്ത് നമ്മൾ കെമിക്കൽ ഒക്കെ മേടിക്കുമ്പം തന്നെ അലർജി ഉള്ളവർക്കാണെങ്കിലും അതേപോലെ കുട്ടികളുള്ള വീട്ടിലൊക്കെ അതൊക്കെ പ്രശ്നമാകും. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്കുണ്ടാക്കി നമുക്ക് വീട്ടിലുള്ള എല്ലാ പല്ലി, എലിയൊക്കെ നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതേപോലെ ജനലിൻ്റെ പുറത്ത് കണ്ടോ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ജനലിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നീട് വരത്തില്ല. അപ്പോൾ ഇതേപോലെ ഉറുമ്പ് വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ പല്ലി എവിടെയൊക്കെയാണോ, അതേപോലെ നമ്മുടെ ചെടികൾ ഉണ്ടോ, ചെടിയുടെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചെടിയിൽ വീണാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുമാത്രമല്ല അതിൻ്റെ ആ വേസ്റ്റ് നമുക്ക് ചെടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് എലിയൊക്കെ വരികയാണെങ്കിൽ ആ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട്, അതേപോലെ ഇഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ വരത്തില്ല കേട്ടോ. അതിൻ്റെ വേസ്റ്റാണ് ഞാനിപ്പോൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു വളമാണ്. അതൊക്കെ ഒന്ന് അഴുകി കിട്ടുമ്പോഴത്തേനും. അപ്പോൾ എലി ഉണ്ടോ, എലിയൊക്കെ വരുന്ന ഭാഗത്ത് ചെടിയൊക്കെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഇതേപോലെ ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സൊല്യൂഷനാണിത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടികല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കടുക് മെയിനായിട്ട് വേണം. അപ്പോൾ കടുകാണ് നമ്മൾ 1 സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുക. കാരണം കടുക് ഒരുപാട് നല്ല സാധനമാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് കടുക് വെച്ചിട്ട്. അപ്പം നമുക്ക് കടുക് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് നമുക്കിപ്പോൾ 1 സ്പൂൺ അളവിൽ ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് പൊടിയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി.
അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിനകത്തോട്ട് അത് എല്ലാം എടുക്കാം കേട്ടോ. അതെല്ലാം വാരിയെടുക്കാം. ചതച്ച കടുകെല്ലാം നമുക്ക് വാരിയെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നെടുക്കുക. നല്ല രീതിയിൽ കണ്ടോ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സിക്കകത്തൊക്കെ ഇടുമ്പോൾ നല്ല പൊടിഞ്ഞു പോകും. അപ്പോൾ അത്രയും ഒന്ന് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതും നമുക്ക് പാറ്റ പല്ലിക്കൊക്കെ ഉള്ള പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒഴിക്കുന്ന മൗത്ത് വാഷാണ് കേട്ടോ. അപ്പോൾ മൗത്ത് വാഷ് നല്ലൊരു സ്മെല്ലാണ്. ആ മൗത്ത് വാഷും പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് കടുകിനകത്ത്. അപ്പം ഇതൊരു പ്രത്യേകമായ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴത്തേനും നമുക്ക് പല്ലിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും, അതേപോലെ ഇതിനകത്ത് നമ്മുടെ സ്പോഞ്ച്, പഴയ വീട്ടിലുള്ള സ്പോഞ്ചിൻ്റെയൊക്കെ കഷ്ണങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ അതൊക്കെ ഒന്ന് ഇതിനകത്ത് ഈ ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വിനാഗിരിയും മൗത്ത് വാഷും കടുകും മാത്രമാണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ പഴയ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊന്ന് ഇതേപോലെ ഒന്ന് നുള്ളി കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ആ സ്പോഞ്ച് അത് ആ വെള്ളം എല്ലാം പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണേൽ സൊല്യൂഷൻ റെഡിയാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോഞ്ച് ആ വെള്ളം എല്ലാം കുടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് കബോർഡിനകത്തൊക്കെ ഈ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് പാറ്റ പല്ലി ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ആ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം നമ്മുടെ മിക്സിയുടെ പുറത്ത് അവിടെയൊക്കെ വരുമല്ലോ, പല്ലി വന്ന് നക്കാറുണ്ട്. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഓരോ സ്പോഞ്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പല്ലി ശല്യവും ഉറുമ്പ് ശല്യവും എട്ടുകാലി ഈ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നാലേ അതറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എന്താണ്ട് ഇതേപോലെ നമ്മുടെ സ്ലാബിൻ്റെ അവിടെയും ഒക്കെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല്ലി ശല്യം ഉറുമ്പ് ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ ആ ഒരു സ്മെല്ല് നിന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ 2 ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.